بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وارزقنا علما نافعا. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പള്ളിയിൽ മസ്ജിദിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ വളർത്തുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചുരുങ്ങിയ വാക്കുകളിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. മക്കള് അള്ളാഹു നൽകുന്ന വലിയ നിഅമത്താണ്. അതേപോലെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളുമാണ് മക്കൾ. 5 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാറുള്ളത് മക്കളെ വളർത്തുമ്പോൾ. 5 കാര്യങ്ങൾ. 1, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ മക്കളും പിറന്നു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. അവരുടെ ഹൃദയം ശുദ്ധമാണ്, കാലിയാണ്. ഫഅബവാഹു യുഹൗബിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. മാതാപിതാക്കളാണ് അവരെ യഹൂദനാക്കുന്നതും ക്രിസ്ത്യാനിയാക്കുന്നതും മജൂസിയാക്കുന്നതും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്ന മക്കള് അവരുടെ ഹൃദയം കാലിയാണ്, ഒഴിഞ്ഞ പാത്രമാണ്. ആ ഹൃദയത്തിലേക്ക് നമ്മൾ എന്താണോ ഇട്ടുകൊടുക്കുന്നത് അതിലാണ് ആ മക്കൾ വളരുക. നമ്മൾ ദീനിന്റെ സംസ്കാരം ഇട്ടുകൊടുത്താൽ ആ സംസ്കാരത്തിൽ മക്കൾ വളരും. അള്ളാഹുവിന്റെയും അള്ളാഹുവിനോടുള്ള പേടി, അള്ളാഹിനെ പറ്റിയുള്ള ഇൽമ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റിയുള്ള ഇൽമ്, റസൂലിന്റെ സുന്നത്തിനെ പരിചയപ്പെടുത്തി ആ ചെറിയ ഹൃദയത്തിൽ കാലിയായ പാത്രത്തിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഇട്ടുകൊടുത്താൽ മക്കൾ ആ രീതിയിൽ വളർന്നു വരും. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ മക്കള് കാലി പാത്രത്തിലാണ് തന്നത്. ആ മക്കൾ ഇന്ന് വളർന്ന് വലുതായ ഏതൊരു സംസ്കാരത്തിലും സ്വഭാവത്തിലാണോ അത് ഉണ്ടാക്കിയത് മാതാപിതാക്കളായ നമ്മളാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ചെറിയ മക്കളെ വളർത്തുന്നവർ. കാരണം നമ്മൾ മാതാപിതാക്കൾ, ഉമ്മ ഉപ്പ, അവർ ആ മനസ്സിൽ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, എന്താണോ ഇട്ടുകൊടുക്കുന്നത്, അതിനാണ് ആ മക്കള് വളർന്നു വരുന്നത്. വളരെ ഗൗരവത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ മക്കളെ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക. സാധാരണ നമ്മുടെ നാട്ടില് ചെറുപ്രായത്തിലൊന്നും ദീൻ പഠിപ്പിക്കൂല, വലുതാകാത്ത. അപ്പോഴേക്കും ആ കാലിയായ പാത്രത്തില് ദുനിയാവിന്റെ എല്ലാ മോശത്തരങ്ങളും കയറിയിട്ടുണ്ടാവും. പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാ, അള്ളാഹിനെ പരിചയപ്പെടുത്തി കൊടുക്കുക, അത് ഉപകാരപ്പെടുക. പിന്നെയാണ് റസൂലിന്റെ സുന്നത്തിനെ പരിചയപ്പെടുത്തുക, അത് ഉപകാരപ്പെടുക. ആ കാലിയായ പാത്രത്തിൽ ആദ്യം അള്ളാഹിനെ പറ്റിയുള്ള ഇൽമ് കയറണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് 3 വയസ്സാണ്. ഷൈബ അബീ താലിബിലാണ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ജനിച്ചത്. 3 വയസ്സ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ 11-ന് വഫാത്ത് ആകുമ്പോൾ വയസ്സ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന് 13-ഓ 14-ഓ വയസ്സ്, ചെറിയ പ്രായം. അപ്പൊ അതിന്റെ മുമ്പ് മദീനയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനപ്പുറത്ത് സഞ്ചരിക്കാൻ, കഴുതപ്പുറത്ത് സഞ്ചരിക്കാൻ. ഉഫൈർ എന്നാണ് റസൂലിന്റെ കഴുതയുടെ പേര്, ഉഫൈർ. ആ കഴുതപ്പുറത്ത് അല്ലാഹുവിന്റെ റസൂൽ സഞ്ചരിക്കുമ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനെയും ആ കഴുതപ്പുറത്തിലേറ്റി യാത്ര ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്തി. ഗുലാം എന്ന് പറഞ്ഞാൽ അറബിയിൽ മീശ വളർക്കാത്ത കുട്ടികൾക്കാണ് ഗുലാം എന്ന് പറയാ, ആ ചെറിയ പ്രായം. ഇന്നി ഉഅല്ലിമുക കലിമാത്തി, ഞാൻ ചില കാര്യങ്ങൾ നിനക്ക് പഠിപ്പിക്കാം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക. നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിന്റെ നിയമങ്ങളെ നീ സൂക്ഷിക്കുക, അല്ലാഹു നിന്നെ സംരക്ഷിക്കും. ഇഹ്ഫദില്ലാഹ തജിദുഹു തുജാഹക. നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, അല്ലാഹുവിന്റെ കൽപ്പനകളും നിരോധനങ്ങളും ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ തജിദുഹു തുജാഹക. നിനക്ക് ഏത് സന്ദർഭത്തിലും അല്ലാഹുവിനെ നിന്റെ മുമ്പിൽ നിനക്ക് കാണാൻ കഴിയും. അതോ നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം കണ്ടുതരും.
എന്ത് ആവശ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിനോട് ചോദിക്കുക, എന്ത് സഹായം തേടുന്നുണ്ടെങ്കിലും അള്ളാഹുവിനോട് സഹായം തേടുക. ചെറിയ മനസ്സിൽ തൗഹീദിന്റെ ഏറ്റവും ഗൗരവമുള്ള വാക്കാണ് അല്ലാഹു റസൂൽ പഠിപ്പിക്കുന്നത്. നമ്മളോ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും ചെറിയ മക്കളെ പഠിപ്പിക്കൂല. തോന്നിവാസങ്ങളെല്ലാം കേറും ആ ഹൃദയത്തിൽ. അവസാനം വലുതായ ശേഷമാണ് ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. അത് ഉപകാരപ്പെടുന്ന മക്കൾക്ക് ആ ഹൃദയത്തിൽ അത് കേറൂല. റസൂൽ പറയാണ്, ആ ചെറിയ മോനോട്, മീശ വളക്കാത്ത മോനോട് പറയാണ്, നീ അറിയണം, أن الأمة لو اجتمعت على أن ينفعوك بشيء لم ينفعوك إلا بشيء قد كتبه الله لك. നീ അറിയേണ്ടത്, ഈ സമുദായം മൊത്തം ഒരുമിച്ച് കൂടി നിനക്ക് എന്തെങ്കിലും ഒരു നന്മ ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചാൽ അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് അതല്ലാതെ ചെയ്യാൻ കഴിയില്ല. അഥവാ തവക്കുലിന്റെ ഏറ്റവും അങ്ങറ്റത്തെ വാക്കാണ് ചെറിയ മോനെ പഠിപ്പിക്കുന്നത്, യഖീൻ. ഇനി ഈ ഉമ്മത്ത് ഈ ഉമ്മത്ത് എല്ലാവരും കൂടിയിട്ട് നിനക്ക് എന്തെങ്കിലും ഉപദ്രവം ഏൽപ്പിക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു എന്താണോ രേഖപ്പെടുത്തിയത് അതല്ലാതെ അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കൂല. അഥവാ തൗഹീദിന്റെ കെടുകെട്ടിയുള്ള വാക്ക് ആ ചെറിയ മനസ്സിൽ തുടക്കത്തിലെ റസൂൽ പോയിട്ട് കൊടുക്കുക. അങ്ങനെ ആയിരിക്കണം മക്കളെ പഠിപ്പിക്കുന്നത്. ചെറുപ്പത്തിലെ അള്ളാഹിനെ പരിചയപ്പെടുത്തുക, ദീനിന്റെ വലിയ വലിയ കാര്യങ്ങൾ അവിടെ സംസാരിക്കുക, ആ ഹൃദയത്തിൽ അത് കയറ്റി കൊടുക്കുക. ഫസ്റ്റ് ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല, പക്ഷെ ആ ഹൃദയത്തിലേക്ക് അത് കയറിയിട്ടുണ്ട്, അത് പിന്നെ പുറത്തേക്ക് വരും. അപ്പൊ അത് വളരെ ശ്രദ്ധിക്കണം. മാതാപിതാക്കളും ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ചെറിയ മക്കൾ അല്ലാഹു നൽകിയത് ഒഴിഞ്ഞ പാത്രം പോലെയാണ് അവരുടെ ഹൃദയം. നന്മകൾ മാത്രം അതിലേക്ക് ഇട്ട് കൊടുക്കുക, അതിലവര് വളരും. ഉമർ ബിൻ സലമ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മകനാണ്. റസൂലിന്റെ വിവാഹത്തിന് മുമ്പ് തന്നെ ഉണ്ടായ മകനാണ് ഉമർ ബിൻ സലമ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിലാണ് ജീവിച്ചത്. ഒരു ദിവസം ഭക്ഷണം കൊണ്ടുവച്ചു. റസൂൽ ഇരുന്നു, ഉമർ ബിൻ സലമ വന്നിരുന്നു. അദ്ദേഹം പറയാണ്, ഞാൻ എന്റെ കൈ ആ ഭക്ഷണത്തിന്റെ പാത്രത്തിന്റെ എല്ലാ ഭാഗത്തേക്കും തിരിച്ചു, അവിടുന്ന് ഇവിടുന്നൊക്കെ വാരി തിന്നാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ ബുനയ്യ സമ്മില്ലാ, മകനെ ബിസ്മി പറ. ആ ചെറിയ മോനെ പഠിപ്പിക്കണം ബിസ്മി പറ. എന്നിട്ട് വകുൽ ബിയമീനിക്, വലത് കൈ കൊണ്ട് തിന്നു. വകുൽ മിമ്മ യലീക്, നിന്റെ മുമ്പിൽ നിന്നും നീ തിന്നു. അഥവാ പിന്നത്തേക്ക് മാറ്റി വെച്ചത്. ചെറിയ മോനെ ആയിക്കോട്ടെ, പിന്നെ പഠിപ്പിക്കാം, പിന്നെ മനസ്സിലാക്കി കൊടുക്കാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് റസൂലിന്റെ മാതൃക. അതില്ല. ചെറിയ മക്കളാണെങ്കിലും തിരുത്തേണ്ട സമയത്ത് അപ്പോഴത് തിരുത്തണം. അത് നമ്മൾ എത്ര നിസ്സാരമായി കാണുന്ന കാര്യമാണെങ്കിലും വലിയ ഗൗരവത്തോടെ മക്കളെ തിരുത്തുക എന്നുള്ളത് മക്കളെ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഥവാ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം, മക്കളെ ദീനിയായിട്ട് പഠിപ്പിക്കുക, മനസ്സിലാക്കി കൊടുക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറു ഔലാദക്കും ബിസ്സലാത്ത്, നിങ്ങൾ മക്കളോട് നിസ്കരിക്കാൻ കൽപ്പിക്കുക. വഹും അബ്നാഉ സബ്ഇ സിനീൻ, അവർ 7 വയസ്സായ 7 വയസ്സായ ചെറിയ പ്രായമാണ്. ആ സമയത്ത് നിസ്കരിക്കാൻ അവരെ കൽപ്പിക്കണം. വദ്രിബൂഹും അലൈഹാ വഹും അബ്നാഉ 10, അവർ 10 വയസ്സായാൽ നിസ്കാരത്തിൽ എന്തെങ്കിലും പോരായ്മകൾ കാണിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അവരെ അടിക്കണം. അപ്പൊ ചെറുപ്പത്തിലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിയായി വളർത്താൻ വളരെ കണിശത കാണിക്കാൻ നമ്മളെ പഠിപ്പിച്ചു. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ ചെറുപ്പത്തിലെ ദീൻ പഠിപ്പിക്കുക, അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുക, റസൂലിന്റെ സുന്നത്തിനെ പരിചയപ്പെടുത്തുക, ദീനിന്റെ വലിയ വലിയ കാര്യങ്ങൾ അവർക്ക് മുമ്പിൽ സംസാരിക്കുക, അവരത് കേൾക്കണം. നമ്മളത് വലിയ കാര്യം അവർക്കൊന്നും തിരിയാതെ മാറിക്കാൻ പാടില്ല. പറഞ്ഞ് അവരുടെ ഹൃദയത്തിൽ അത് കയറണം. ആ രീതിയിലാണ് ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, എന്നെ പിടിച്ചോ പോലെ പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നത് ചെറുപ്രായത്തിൽ ഇതന്നെയാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇന്നും അവർ അങ്ങനെ ജീവിക്കുന്നത്. ഇത്ര പറഞ്ഞു തിരിയാത്തത് ആ ചെറുപ്പത്തിൽ കയറുകൊണ്ടാണ്. അല്ലാഹു പറയട്ടെ. രണ്ടാമത്തത് അവരോടുള്ള സ്നേഹം കാണിക്കണം. മക്കളോട് സ്നേഹം കാണിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സ്നേഹം കാണിച്ചു. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. റസൂൽ പറഞ്ഞു, ആ വാതിൽക്കൽ നിൽക്കണം. ഇന്ന് ആരെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ പാടില്ല, ആരെയും കടത്തിവിടാൻ പാടില്ല. അന്ന്
ഇതുവരെ ഭൂമിയിലേക്ക് വരാത്തൊരു മലക്ക് അള്ളാഹിനോട് അനുവാദം ചോദിച്ചു റസൂലിനെ സന്ദർശിക്കാൻ, റസൂലിനോട് സംസാരിക്കാൻ. അള്ളാഹു അനുവാദം കൊടുത്തു. ആ മലക്ക് ഒരു റസൂലിനെ സന്ദർശിക്കാൻ, സംസാരിക്കാൻ വേണ്ടി ഉമ്മു സലമയുടെ വീട്ടിലാണ് അള്ളാഹുവിന്റെ റസൂൽ. അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ വീട്ടിന്റെ വാതിൽക്കൽ നിൽച്ച് ആരെയും കിടത്തിവിടാൻ പാടില്ല എന്ന് പറഞ്ഞു. റസൂൽ ആ മലക്കുമായിട്ട് സംസാരിക്കാൻ. ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാണ്. ഉമ്മു സലമയെ തട്ടി മാറ്റി ആ റൂമിലേക്ക് കടന്നു വന്നു. നേരെ വന്ന് റസൂലിന്റെ മടിയിൽ കയറി ഇരുന്നു. റസൂൽ മലക്കായിട്ട് സംസാരിക്കാൻ. അല്ലാതെ റസൂൽ ചേർത്ത് പിടിച്ച് ആ മകനെ ചുംബിച്ചു. അപ്പൊ മലക്ക് ചോദിച്ചു, യാ റസൂൽ അല്ലാതെ റസൂൽ താങ്കൾ ഈ മകനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? റസൂൽ പറഞ്ഞു, അതെ, ഞാൻ എന്റെ ഈ മകനെ ഇഷ്ടപ്പെടുന്നു. അപ്പൊ മലക്ക് തിരിച്ചു ചോദിക്കണം, നിങ്ങളുടെ ഉമ്മത്തിനാൽ ഈ മകൻ കൊല്ലപ്പെടും. അപ്പൊ ഈ മകൻ കൊല്ലപ്പെടുന്ന ആ സ്ഥലം നിങ്ങൾ ഉദ്ദേശിക്കാനല്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം. റസൂൽ ആഗ്രഹം പ്രകടിപ്പിച്ചു. കർബല എന്നുള്ള സ്ഥലത്ത് നിന്നൊരു ചുവപ്പും കറുപ്പും കലർന്ന ഒരു മണ്ണ് ആ മലക്ക് റസൂലിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഒരു പിടി മണ്ണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ആ മണ്ണ് ഞാൻ ശേഖരിച്ച് എടുത്തു വെച്ചു, എന്റെ വസ്ത്രത്തിൽ സൂക്ഷിച്ചു വെച്ചു. ആ സ്ഥലത്ത് നമ്മൾ കർബല എന്ന് പറയും. ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുമായിട്ടുള്ള സംഭാഷണത്തിൽ, ആ സംസാരത്തിലാണ്. അപ്പോഴും ആ മകനോട് എന്ത് ചെയ്തു? അല്ലാതെ റസൂല് സ്നേഹം കാണിച്ചു. ഒരിക്കൽ റസൂൽ മിമ്പറിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ രണ്ടാൾക്കാരും പള്ളിയിലേക്ക് കയറി വരുന്നത് ചുവപ്പ് വസ്ത്രത്തിൽ. റസൂൽ പറയണം, എനിക്ക് ആ മക്കളെ കണ്ട് സന്തോഷം കാരണം ഖുതുബ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. റസൂൽ മിമ്പറിൽ നിന്ന് ഇറങ്ങി മക്കളെ രണ്ടാളെയും എടുത്ത് തിരിച്ച് മിമ്പറിൽ കയറി ഖുതുബ തുടർന്നു. നല്ല പേരുള്ള മക്കൾക്ക് അലി റളിയല്ലാഹു അൻഹുവിന്റെ വിവാഹം കഴിഞ്ഞു. ബദർ യുദ്ധത്തിന് ശേഷം ഹിജ്റ 2-ാം വർഷം, ഹിജ്റ 3-ാം വർഷം ആദ്യത്തെ മകനെ പ്രസവിച്ചു. അലി റളിയല്ലാഹു അൻഹു ഹർബ് എന്ന് പേര് വെച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് തിരുത്തി. എന്റെ മകന് ഞാൻ ഹസൻ എന്ന് പേര് വെക്കുന്നു. റസൂലാണ് ഹസൻ എന്ന് പേര് വെച്ചത്. ഹിജ്റ 4-ാം വർഷം ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ചു. അലി റളിയല്ലാഹു അൻഹു വീണ്ടും ഹർബ് എന്ന് പേര് വെച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി ഹുസൈൻ എന്ന് പേര് വെച്ചു. രണ്ട് മക്കൾക്കും പേര് വെച്ചതും അഖീഖത്തതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ റസൂല് വലിയ സ്നേഹം കാണിച്ചിരുന്നു. ഒരിക്കൽ അറാബി റസൂലിന്റെ സന്നിധിയിൽ വന്നു. ആ സമയത്ത് അല്ലാതെ റസൂല് കുട്ടികളെ ചുംബിക്കുകയാണ്, സ്നേഹം പ്രകടിപ്പിക്കുകയാണ് കുട്ടികളോട്. അപ്പൊ അറാബി ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ കുട്ടികളെ ചുംബിക്കോ? എനിക്ക് 10 മക്കളുണ്ട്, 10 മക്കളെ ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല. റസൂൽ അത്ഭുതം പ്രകടിപ്പിച്ചു ആ ഒരു സ്വഭാവത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് തിരക്കാണെങ്കിലും, എത്ര വലിയ കാര്യത്തിനാണെങ്കിലും മക്കളോട് സ്നേഹം കാണിക്കുമായിരുന്നു. ഉസാമത്ത് ബിൻ സൈദ് റളിയല്ലാഹു അൻഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തു മകൻ സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉസാമ ചെറിയ മകനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയാം, ഞാൻ അല്ലാഹു റസൂലിന്റെ സന്നിധിയിലേക്ക് വന്നു. റസൂല് എന്നെ എടുത്ത് എന്റെ റസൂലിന്റെ വലത് തുടയിൽ എന്നെ ഇരുത്തി. അപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു കയറി വരുന്നത്. അപ്പൊ ഹസൻ റളിയല്ലാഹു അൻഹു എടുത്തിട്ട് എന്ത് ചെയ്തു? റസൂലിന്റെ ഇടത് തുടയിലും ഇരുത്തി. നമ്മൾ രണ്ടാളും അല്ലാഹു റസൂൽ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ ഇന്നി അർഹമുഹുമാ ഫർഹമുഹുമാ. അല്ലാഹുവേ, ഞാൻ എന്റെ ഈ 2 മക്കളോടും കരുണ കാണിക്കുന്നു. അല്ലാഹു നീയും ഇവരോട് കരുണ കാണിക്കണം. അത് റസൂലിന്റെ പ്രത്യേക സുന്നത്താണ്. മക്കൾ കേൾക്കുന്ന രീതിയിൽ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബി പറയാണ്, ഞാൻ ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വുദൂഇന്റെ വെള്ളം എടുത്തു കൊടുത്തു. കാരണം അബ്ദുല്ലാഹ് അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഖാലത്താണ് മൈമൂന റളിയല്ലാഹു അൻഹ. അപ്പൊ റസൂൽ ആ വീട്ടിലായിരിക്കെ അബ്ദുല്ലാഹ് അബ്ബാസ് ആ വീട്ടിലുണ്ടാവും ചില ദിവസങ്ങൾ. അപ്പൊ രാത്രി നിസ്കാരത്തിന് വേണ്ടി വെള്ളം എടുത്തു കൊടുത്തു വുദൂ ചെയ്യാൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് അബ്ബാസിന്റെ ഈ നെഞ്ചിന്റെ ഭാഗം തടവിക്കൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുമ്മ അല്ലിംഹു തഅ്വീൽ വഫഖിഹു ഫിദ്ദീൻ. അല്ലാഹുവേ, ദീനിൽ നല്ല ഇൽമും അവഗാഹവും നൽകണം. ഖുർആന്റെ വ്യാഖ്യാനം നീ അവനെ പഠിപ്പിക്കണം. റഈസുൽ മുഫസ്സിരീൻ, പിൽക്കാലത്ത് മുഫസ്സിരീങ്ങളിൽ നേതാവായിട്ട് അറിയപ്പെട്ട സഹാബി. അഥവാ ചെറിയ മക്കൾ കേൾക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? മക്കൾക്ക് കൊണ്ട് ദുആ ചെയ്യണം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്താണ്.
കുറെ സഹാബാക്കൾ ചെറുപ്പക്കാരായ സഹാബാക്കളൊക്കെ പറയുന്നുണ്ട് അല്ലാഹുവിന്റെ റസൂല് നമുക്ക് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാള് ഭക്ഷണത്തിനോട് ക്ഷണിച്ചു. റസൂൽ പോകുന്ന വഴിയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിക്കുന്നത് കണ്ടു. റസൂൽ ഹുസൈന് നേരെ കൈ നീട്ടി എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഹുസൈൻ എന്ത് ചെയ്തു? ഓടി. റസൂൽ കൈ നീട്ടി ഹുസൈന്റെ പിറകെ ഓടി, അവസാനം പിടിച്ചു. സഹാബ പറയാണ്, റസൂലിന്റെ വലത് കൈ താടിയിലും ഇടത് കൈ പിഴടിയിലും വെച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു റസൂൽ ചുംബിച്ചു. എന്നിട്ട് ദുആ ചെയ്തു. മക്കൾ കേൾക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. അത് നല്ല ശീലമാണ്. അതാണ് റസൂൽ അത് പഠിപ്പിച്ചത്. അത് മക്കൾക്ക് മാതാപിതാക്കളുടെ സ്നേഹവും ബഹുമാനം ഉണ്ടാകാൻ കാരണമാണ്. അത് മനസ്സിലുണ്ടാവും, ആ ഒരു ബഹുമാനം മനസ്സിലുണ്ടാവും. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഒന്ന്, നീ പഠിപ്പിക്കുക. രണ്ട്, മക്കളെ നല്ല സ്നേഹിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക. ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മോളാണ്. ഫാത്തിമ റളിയല്ലാഹു റസൂലിന്റെ സദസ്സിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്ന് ഫാത്തിമയെ സ്വീകരിക്കും. എന്നിട്ട് വലത് ഭാഗത്തോ അല്ലെങ്കിൽ ഇടത് ഭാഗത്തോ ഇരുത്തും. ആ സ്നേഹം അല്ലാഹുവിന്റെ റസൂൽ പ്രകടിപ്പിക്കും. വലുതാകുമ്പോൾ നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട് ചെറിയ മക്കളോട്, വലിയ മക്കളോടോ ഇല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മക്കളോടും സ്നേഹം പ്രകടിപ്പിച്ചിരുന്നു. അത് നല്ല ബന്ധത്തിന് കാരണമാണ്. മൂന്നാമത്തെ കാര്യം, മക്കൾക്കിടയിൽ നീതി കാണിക്കുക. ഒരു സഹാബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകനെ കൂട്ടിയിട്ട് വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ മകന് ഒരു അടിമയെ ഹദിയായി നൽകാം. റസൂൽ നിങ്ങൾ അതിന് സാക്ഷി നിൽക്കണം. റസൂൽ ചോദിച്ചു, നിന്റെ മറ്റുള്ള മക്കൾക്കും നീ ഇതേപോലെ ഹദിയകൾ നൽകിയിട്ടുണ്ടോ? സഹാബില്ല, ഈ മകന് മാത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെയ്യരുത്. ഈ ദുൽമിന്, ഈ അക്രമത്തിന് നീ എന്നെ സാക്ഷിയാക്കരുത്. തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദിയ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അല്ലാഹു റസൂൽ അനുവദിച്ചില്ല. അപ്പൊ മക്കൾക്കിടയിൽ എന്ത് ചെയ്യണം? നീതി കാണിക്കണം, അനീതി കാണിക്കരുത്. ഒരേപോലെ ദുനിയാവിന്റെ വിഷയത്തിൽ എല്ലാവർക്കും ഒരേപോലെ നൽകുക, ഒരാൾക്ക് മുൻതൂക്കം നൽകാൻ പാടില്ല. പക്ഷെ എല്ലാവരും എന്ത് ചെയ്യുക? സ്നേഹിക്കുക, ഒരേപോലെ വളർത്തുക. ഇതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തത്, ഹലാലായത് മാത്രം ഭക്ഷിപ്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സൂചിപ്പിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. പ്രവാചകന്മാരോടും മുഅ്മിനീങ്ങളോടും അല്ലാഹു കൽപ്പിച്ചതും അതിനാണ്, നല്ലത് മാത്രം ഭക്ഷിക്കാനാണ്. എന്നിട്ട് റസൂൽ ഒരാളെ പറ്റി പറഞ്ഞു, ദീർഘമായി യാത്ര ചെയ്തു വരുന്ന ഒരാൾ. ആ യാത്രയുടെ ക്ഷീണം കാരണം അദ്ദേഹത്തിന് മുടിയും തലയൊക്കെ ജലപിടിച്ചിട്ടുണ്ട്, പൊടി പിടിച്ചിട്ടുണ്ട്. അത്രയും ദൂരത്തു നിന്നുള്ള പ്രയാസത്തോടുള്ള യാത്രയാണ്. ആ യാത്രയിൽ അദ്ദേഹം രണ്ട് കൈയും ആകാശത്തേക്ക് കൊടുത്ത് ദുആ ചെയ്യണം. യാ റബ്ബി യാ റബ്ബി എന്ന് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അവൻ കുടിച്ച വെള്ളവും പോലെ തന്നെ തിന്ന ഭക്ഷണവും ധരിച്ച വസ്ത്രവും ഇതൊക്കെ ഹറാമാണ്, ഹറാമിൽ മുങ്ങിയിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് അവന്റെ ദുആക്ക് അല്ലാഹു അടുക്കൽ ഉത്തരവുണ്ടാവുക? ഇപ്പൊ നമ്മള് സമ്പാദിക്കാൻ ആഗ്രഹിച്ച്, സമ്പത്ത് അധികമാക്കാൻ ആഗ്രഹിച്ചത്, നമ്മൾ സമ്പാദിക്കുന്നത് എന്തിനാണ്? കുടുംബത്തിൽ നല്ല രീതിയിൽ ജീവിക്കാൻ, പ്രയാസമില്ലാതെ, മറ്റൊരാളുടെ മുമ്പിൽ കൈനീട്ടാനാവാതെ സ്വകരമായിട്ട് കുടുംബം ജീവിക്കാനാണ് അധ്വാനിക്കുന്നത്. ആ അധ്വാനത്തിനിടയിൽ നമ്മൾ ഹലാല് ശ്രദ്ധിക്കാതെ, സൂക്ഷിക്കാതെ സമ്പാദിച്ചു, അന്യായമായിട്ട് കുറെ സമ്പാദിച്ചു, അത് മക്കൾക്ക് കൊടുത്താൽ ആ മക്കളെ നമ്മൾ എന്താക്കാണ്? ആ വലിയ ഖൈറിൽ നിന്നും മഹ്റൂമികളാക്കാണ്, തടയപ്പെടാണ്. ആ മക്കള് ആ തിന്നതിന്റെ പേരിൽ, ഹറാമ് തിന്നതിന്റെ പേരിൽ ഖൈറുകളിൽ നിന്നും ആ മക്കള് തടയപ്പെടും. നമ്മുടെ കാരണം, നമ്മുടെ അത്യാഗ്രഹം കാരണം നമ്മുടെ മക്കള് ഖൈറുകളിൽ നിന്നും തടയപ്പെടും. നന്മകളിൽ മുന്നേറാൻ ആ മക്കൾക്ക് കഴിയില്ല. അങ്ങനെയുള്ള മക്കൾക്ക് എത്ര ഖുർആനും ഹദീസും ഓതി കൊടുത്താലും അത് ഉൾക്കൊള്ളാൻ ആ മനസ്സിന് കഴിയില്ല. അതൊക്കെ ഖൈറിൽ നിന്ന് തടയപ്പെടും, ഹറാമ് തീറ്റിച്ചാൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ കഅബ് ബിൻ ഉജ്റ ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ വദമുൻ നബത അലാ സുഹ്തിൻ അന്നാറു ഔലാ ബിഹി. ഹറാമായ സമ്പത്ത് കൊണ്ട് തിന്ന് തടിച്ചു കൊടുത്ത ശരീരവും മാംസവും ചോരയും അത് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല.
ഒരിക്കലും അത് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അന്നാറു ഔലാ ബിഹി, അതിന് ഏറ്റവും യോജിച്ച സ്ഥലം നരകമാണ്. അപ്പം നമ്മുടെ സമ്പത്ത് എന്ത് ചെയ്യാം? ശുദ്ധീകരിക്കുക, നല്ലത് മാത്രം മക്കൾക്ക് കൊടുക്കുക. ഇതാണ് നാലാമത്തെ കാര്യം. ഈ 4 കാര്യങ്ങൾ നമ്മുടെ മക്കളെ വളർത്തുന്നതിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല മക്കളായിട്ട് വളർത്താൻ കഴിയും. കാരണം ചെറുപ്പത്തിലെ ദീനി വിദ്യാഭ്യാസം കൊടുക്കുക, അള്ളാഹിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുക, ദീൻ പരിചയപ്പെടുത്തുക, അവരുകൾ പരിചയപ്പെടുത്തുക. രണ്ടാമത്തേത് മക്കളെ നല്ലോണം സ്നേഹിക്കുക, ആ സ്നേഹം പ്രകടിപ്പിക്കുക, അവർ കേൾക്കുന്ന രീതിയിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, സ്നേഹം പ്രകടിപ്പിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മക്കളോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തേത് മക്കൾക്കിടയിൽ നീതി കാണിക്കുക, അനീതി കാണിക്കരുത്. 4 ഹലാല് മാത്രം ഭക്ഷിപ്പിക്കുക. ഒരു കാരണവശാലും ഒരു രൂപ പോലും ഹറാമിന്റെ സമ്പത്തിൽ കലരരുത്. ഹലാല് മാത്രം ഭക്ഷിപ്പിക്കുക. 5-ാമത്തേത് മക്കളെ ബഹുമാനിക്കുക. ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ മക്കളെ വഷളാക്കരുത്. അധികാരം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? അധികാരം കാണിച്ചിട്ട് മറ്റുള്ള ആൾക്കാർക്ക്, മക്കളുടെ സുഹൃത്തുക്കളാണെങ്കിലും മക്കളുടെ കൂട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും അവർക്ക് മുമ്പിൽ മക്കളെ വഷളാക്കരുത്. ഒന്നാമത്തെ റസൂൽ വെറുത്ത കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്ക് വലിയ സ്ഥാനം നൽകുമായിരുന്നു. റസൂലിന്റെ സദസ്സിന് ചെറിയ കുട്ടികളുണ്ടാവും, വലിയ മുതിർന്ന ആൾക്കാരുണ്ടാവും. സാധാരണ ഒന്നാമത്തെ റസൂൽ എന്തെങ്കിലും ഭക്ഷണങ്ങൾ കിട്ടിയാൽ റസൂൽ എന്ത് ചെയ്യും? കുറച്ച് തിന്നും, അല്ലെങ്കിൽ കുറച്ച് കുടിക്കും. എന്നിട്ട് ആ സദസ്സിലുള്ള സഹാബാക്കൾക്ക് അത് കൊടുക്കും, റസൂലിന്റെ ബാക്കി. ഒരു ദിവസം റസൂലിന്റെ സദസ്സിന് വലത് ഭാഗത്ത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് ഉണ്ട് ആദ്യം, ഇടത് ഭാഗത്ത് വലിയ മുതിർന്ന സഹാബാക്കളുണ്ട്. സാധാരണ റസൂൽ വലത് ഭാഗത്താണ് കൊടുക്കാൻ. അന്ന് പാല് കൊണ്ടുവരപ്പെട്ട റസൂലിന്റെ സദസ്സിലേക്ക് റസൂൽ കുറച്ചു കുടിച്ചു. സാധാരണ കൊടുക്കൽ വലത് ഭാഗത്താണ്, പക്ഷെ ഇന്ന് വലത് ഭാഗത്ത് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, മുതിർന്ന ആൾ സഹാബാക്കളൊക്കെ ഇടത് ഭാഗത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ വെച്ച് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിനോട് അനുവാദം ചോദിച്ചു, ഞാൻ ഇവിടെ കൊടുക്കട്ടെ, ഇവിടുന്ന് തുടങ്ങട്ടെ എന്ന്. അബ്ദുല്ലാഹ് അബ്ബാസ് പറയാണ്, എനിക്ക് കിട്ടേണ്ട ഓഹരി ഞാൻ ആർക്കും കൊടുക്കൂല. റസൂലിൽ നിന്നും എനിക്ക് കിട്ടേണ്ട ഓഹരി ഞാൻ ആർക്കും കൊടുക്കൂല. അബ്ദുല്ലാഹ് വാങ്ങി കുടിച്ചു. എന്നിട്ടാണ് ഇങ്ങനെ പോയിട്ട് ലാസ്റ്റ് വലിയ വലിയ മുതിർന്ന സഹാബാക്കൾ അത് കിട്ടിയത്. അപ്പൊ അവിടെ നമ്മൾ വേറൊരു പാടുണ്ട്. അല്ലാതെ റസൂൽ ആ ചെറിയ മകനെ എന്ത് ചെയ്തു? ആ സ്ഥാനം നൽകി. ചെറിയ ആളുകൾക്ക് ഇതാക്കിയിട്ടില്ല. അതാണ് മക്കളെ മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ പാടില്ല? വഷളാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മക്കളുടെ കൂട്ടുകാര്, മക്കളെ ആ സമപ്രായക്കാരായ മക്കള്, കുടുംബക്കാര്, ഇപ്പൊ എന്ത് വിഷയത്തിലാണെങ്കിലും കുറവുകൾ എല്ലാവർക്കും ഉണ്ടാവും. ആ കുറവുകൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? മക്കളെ വഷളാക്കാൻ പാടില്ല. ഓരോരുത്തർക്കും ആ ബഹുമാനവും സ്ഥാനവും നൽകണം. അപ്പൊ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും തിരിച്ചും ആ സ്നേഹവും ആ ബഹുമാനവും ആദരവും മക്കളും തരും. ഇതാണ് 5 കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ മക്കളെ വളർത്തുന്നതിൽ ശ്രദ്ധിച്ചാൽ പുനമുള്ളവരെ നല്ല സാലിഹ്യങ്ങളായ മക്കളെ കിട്ടും. പിന്നെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ദുആ എടുത്തു പറയുന്നുണ്ട്, മക്കൾക്ക് വേണ്ടിയുള്ള ദുആ. അതിന്റെ കൂടെ ഒക്കെ എന്തുണ്ട്? സാലിഹ് എന്ന വാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല മക്കളെ സംബന്ധിച്ച് പറയുന്നതൊക്കെ റസൂലും സാലിഹായ മക്കൾ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അല്ലെ, വലതുൽ സാലിഹുൻ യദ്ഉ ലഹു. നമുക്ക് മരണപ്പെട്ടതെയും എല്ലാ അമലുകൾ ചെയ്യേണ്ട അവസരം നഷ്ടപ്പെട്ടു, 3 അമലുകൾ ഒഴിച്ചു. അതെന്തെയും ഖിയാമത്ത് നാൾ വരെ നമുക്ക് അതിന്റെ നന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതിലൊന്നെന്താണ്? വലതുൻ സാലിഹുൻ യദ്ഉ ലഹു. വെറും മക്കളല്ല, വലതുൻ സാലിഹുൻ, സാലിഹീങ്ങളായ മക്കൾ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നന്മകൾ ചെയ്യുന്ന സാലിഹീങ്ങളായ മക്കൾ. ഖുർആനിൽ പ്രവാചകന്മാരുടെ ദുആകളൊക്കെ എടുത്തുകൊണ്ടുണ്ടാ മക്കൾക്ക് വേണ്ടിയുള്ള ദുആ എല്ലായിടത്തും എന്തുണ്ട്? സാലിഹ് റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. എല്ലായിടത്തും എന്തുണ്ട്? സാലിഹ് എന്ന വാക്ക് ഉണ്ട്. അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദഹുല്ലാഹ് അദ്ദേഹം ഒരു ചെറിയ കഥ പറഞ്ഞു. അദ്ദേഹം മക്കത്ത് മസ്ജിദുൽ ഹറമിൽ കഅബയുടെ അടുത്തിരിക്കുകയാണ്. ആ സമയത്ത് ഒരാൾ വന്ന് ദുആ ചെയ്തു, അല്ലാഹുമ്മ റസുഖ്നി വലദ, അല്ലാഹുവേ എനിക്ക് മക്കളെ നൽകണം. അദ്ദേഹം ദുആ ചെയ്ത് തിരിച്ചുപോയി. 20 വർഷത്തിന് ശേഷം അദ്ദേഹം വീണ്ടും വന്നു. അദ്ദേഹം വീണ്ടും ദുആ ചെയ്തു, അല്ലാഹുവേ എന്റെ മകന് നീ ഹിദായത്ത് കൊടുക്കട്ടെ. ആദ്യത്തെ ദുആ 20 വർഷം കൊണ്ട് ദുആ, എനിക്ക് മക്കളെ നൽകണേ.
20 വർഷത്തിന് ശേഷമുള്ള ദുആ, എന്റെ മകന് നീ ഹിദായത്ത് കൊടുക്കണേ. ആ മകനും ജനിച്ചു, മകൻ വളർന്നു, മകൻ ഹിദായത്തിന് പുറത്തുപോയി. ഹിദായത്ത് കിട്ടാൻ വേണ്ട ദുആ. പക്ഷെ എന്ത് പറയണം, അദ്ദേഹം വിളിച്ചു കൊടുത്തേക്ക് നിങ്ങളാണ് തെറ്റ് ചെയ്തത്, മകനല്ല, നിങ്ങളാണ് തെറ്റ് ചെയ്തത്. കാരണം എന്താണ്, നിങ്ങൾ അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ സ്വാലിഹായ മക്കളെ നിങ്ങൾ ചോദിച്ചില്ല. ദുആയിട്ട് എന്ത് ചെയ്യണം, സ്വാലിഹായ മക്കളെ തന്നെ ചോദിക്കണം. തർബിയത്ത് അത് നമ്മളാണ് ചെയ്യുന്നത്. പക്ഷെ ഇസ്ലാഹ്, ഹൃദയം നന്നാക്കുക എന്നുള്ളത് അത് അല്ലാഹുവിന്റെ ഭാഗത്തുള്ളതാണ്. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ 4 ഭാഗത്തും തിന്മയാണ്. ഏത് സമയത്ത് എന്തെങ്കിലും മക്കൾ തെറ്റിപ്പോകും. അപ്പൊ നിരന്തരമായിട്ട് സ്വാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടിയുള്ള ദുആ, മക്കൾക്ക് മാതാപിതാക്കളുടെ ദുആന്റെ സംരക്ഷണത്തിനാണ് മക്കൾ വളരേണ്ടത്. കൃത്യമായിട്ട് സുജൂദിലും നിസ്കാരത്തിലും മറ്റുള്ള സന്ദർഭത്തിലും മക്കൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ ദുആ ഒരിക്കലും നാം മറക്കാൻ പാടില്ല. കാരണം ആ ദുആന്റെ ബർക്കത്തിലാണ് നമ്മുടെ മക്കൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഫിത്നകളൊക്കെ തരണം ചെയ്ത് ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ സഞ്ചരിക്കേണ്ടത്. കാരണം കാലം അങ്ങനെയാണ്, ഏത് രീതിയിൽ നോക്കിയാലും ഫിത്നയാണ് അല്ലെ. സ്കൂളിൽ പോയ ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾ കേൾക്കുന്നതൊക്കെ ഫിത്ന, ദീനെതിരാണ്, ഒന്നും ദീൻ അനുകൂലമല്ല. LKG കുട്ടികളും പഠിക്കുന്നത് മുതൽ എന്താണ് പഠിക്കുന്നത്, ദീനെതിരെ അവർ പഠിക്കുന്നുള്ളൂ. അവർ കാണുന്നതും കേൾക്കുന്നതും പറയുന്നതൊക്കെ ദീനെതിരാണ്, ഒന്നും ദീൻ അനുകൂലമായിട്ട് കാലഘട്ടത്തിൽ ഇല്ല. അതുകൊണ്ട് പ്രത്യേകം എന്ത് ചെയ്യാം, മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാം, സ്വാലിഹീങ്ങളായ മക്കൾക്ക് വേണ്ടി, ഇസ്ലാഹിന് വേണ്ടിയിട്ട്. അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട ഒരു വലിയ നിഅമത്താണ്. ഈ 5 കാര്യങ്ങൾ പ്രിയമുള്ളവരെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നമ്മുടെ മക്കളെ ആഖിറത്തിലും ദുനിയാവിലും കൺകുളിർമയുള്ള മക്കളെ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ നമ്മുടെ മക്കളെ സ്വീകരിക്കുമാറാകട്ടെ. ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന, നമുക്ക് സന്തോഷിക്കാൻ വകയുണ്ടാക്കുന്ന നല്ല മക്കളെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നൽകിയ മക്കളെ നമ്മുടെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ സന്തോഷത്തോടെ ഓർക്കാനും സന്തോഷത്തോടെ നന്മകൾ വാരിക്കൂട്ടാനുള്ള കാരണങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. നിർത്താൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.